എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരുന്നു. എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ രോഹിത്തും ശ്യാമയും തമ്മിലുള്ള വാക്തർക്കങ്ങളും അതുപോലെ അടിയും, അങ്ങനെ രോഹിത്തിൻ്റെ സ്വഭാവം മാറത്തില്ലെന്ന് ശ്യാമയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന സീനുകളായിരുന്നു. അപ്പോൾ കുഞ്ഞിനോടും തന്നോടും മോശമായി പെരുമാറുന്ന രോഹിത്തിൻ്റെ വേറൊരു മുഖം ശ്യാമ കാണുകയാണ്. പപ്പിമോളാണെങ്കിൽ സ്കൂളിൽ ചെന്നതിന് ശേഷം വിഷമിച്ചിരിക്കുന്നു. അപ്പം സത്യ എന്ന് അടുത്ത് നിന്ന് ചോദിക്കുന്നു. അപ്പം പപ്പിമോളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നു. അമ്മയും അച്ഛനും എന്നും വഴക്കാണ്, എന്നോടൊരു സ്നേഹമില്ല, എനിക്ക് ആ വീട്ടിലേക്ക് പോകണമെന്നേ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ സത്യ പറയുന്നു, നീ വിഷമിക്കേണ്ട, നമുക്ക് ടീച്ചറമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാകും എന്നൊക്കെ ചോദിക്കുന്നു. നമുക്ക് നേരത്തെ അങ്ങ് പോകാം, പിന്നെ ടീച്ചറമ്മ വിളിച്ച് അമ്മയോട് പറഞ്ഞോളും, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ സത്യ പപ്പിമോളെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ചന്ദ്രബോസാണ് കമലത്തിനെ അടിച്ച് ശരിയാക്കുന്നുണ്ട്. നന്നായി അടിക്കുകയാണ്, വല്ലാത്തൊരവസ്ഥയിൽ തന്നെ കൊണ്ടെത്തിക്കുകയാണ്. കാരണം കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പം കമലിനൊന്നും പറയുന്നില്ല. വിഷ്ണു എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ കമലം പറയുന്നുണ്ട് അറിയത്തില്ല എന്ന്. പിന്നീടാണെങ്കിൽ നമ്മുടെ ശാലിനെ കാണാൻ റവന്യൂ മിനിസ്റ്റർ വരികയാണ്. അപ്പം മിനിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശാലിനി പറയുന്നു, സാർ ഞങ്ങളെ വേട്ടയാടുകയാണ്, ഞങ്ങൾക്കെതിരെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ മിനിസ്റ്റർ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായും, പക്ഷേ ജനങ്ങൾക്കത് മനസ്സിലാകത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നീട് വീണ്ടും നമ്മുടെ കമലിനെ ചന്ദ്രബോസ് നന്നായി തല്ലി, എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിലത്തിട്ടിട്ട് ചവിട്ടും കൊടുത്തിട്ട് ഫുഡൊന്നും കൊടുക്കരുതെന്നും പറഞ്ഞിട്ട് പോകുന്ന സീനാണ് ഇന്നത്തെ സീൻ. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ റവന്യൂ മിനിസ്റ്റർ ആണെങ്കിൽ ശാലിനിയോട് പറയും, ഇങ്ങനെയൊക്കെ ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് ശാലിനി കസേരയിൽ ഇരിക്കാൻ പാടില്ല, ഒരു ലീവ് എടുക്കണം, നിർബന്ധിത ലീവെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ശാലിനിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ കസേരയിൽ നിന്ന് മാറ്റുകയാണ്. ശാലിനിയെ ആ കസേരയിൽ നിന്ന് മാറ്റുക എന്നതാണല്ലോ നമ്മുടെ ചന്ദ്രബോസിൻ്റെയും കൂട്ടുകാരുടെയും ആവശ്യം. അത് തന്നെ നടക്കുകയാണ്. പിന്നീട് നമ്മുടെ പപ്പിമോള് സത്യയുടെ കൂടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ടീച്ചർ ചോദിക്കുന്നത്, എന്താ മോളെ ഇങ്ങോട്ട് വന്നേന്ന്. അപ്പോൾ പപ്പിമോളാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പറയുകയാണ്, വീട്ടിലെ അമ്മയും അച്ഛനും എപ്പോഴും വഴക്കാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചറമ്മയെ അറിയിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് ടീച്ചറമ്മയ്ക്കും വിഷമമാവുന്നു. കാരണം കുഞ്ഞിന് അവിടെ അത്രയും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇത് അറിയുമ്പോൾ ശാലിനിക്ക് എന്താവും വിഷമം, അല്ലെങ്കിൽ വിഷ്ണുവിനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള ചിന്തയാണ്. പിന്നീടത്തെ സീൻ കാണിക്കുന്നത് നമ്മുടെ ശാലിനിയെ ആ കസേരയിൽ നിന്ന് ഇറക്കി എന്നുള്ള ആശ്വാസത്തിൽ നമ്മുടെ ചന്ദ്രബോസും സുസ്മിതയും രോഹിത്തും ഇവരെല്ലാം കൂടെ മദ്യപിക്കുകയാണ്. മദ്യപിക്കുന്ന പറഞ്ഞാൽ അവരുടെ സന്തോഷം അവർ പങ്കുവയ്ക്കുകയാണ് ഉപേന്ദ്രനിലായിട്ട്. അപ്പോൾ ശ്യാമ ഇത് മുകളിൽ നിന്നെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചന്ദ്രബോസ് സംസാരിക്കുകയാണ്. കാരണം വിഷ്ണുവിനെ എങ്ങനെയും പിടിക്കണമല്ലോ. വിഷ്ണുവിനെ പിടിക്കാതെ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ശാലിനിയുടെ ജോലിയിൽ നിന്ന് നിർബന്ധിത ലീവ് എടുക്കാൻ ഓൾറെഡി റവന്യൂ മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ ഫുൾ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.